വീണ്ടും പുതിയൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണല്ലോ. ഈ പുതിയ ദിവസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ദൈവം നമുക്കായി അനുകൂലമാക്കി തരയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. തനിമയിലേക്ക് എന്ന തിരുവചന പഠനം നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. മനുഷ്യൻ ആരാണെന്നും ദൈവം ആരാണെന്നും നാം മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളും നിസ്സാരതയും നമുക്ക് വെളിവായി വരുന്നു. ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ദൈവത്തിന് ഓരോ ജീവജാലങ്ങളെയും കൊണ്ട് പദ്ധതികളുണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ചെറിയ അമീബ മുതൽ വലിയ തിമിംഗലം വരെയും വലിയ ആന വരെയും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യ ഘടകങ്ങളാണ്. അവയുടെയൊക്കെ നിലനിൽപ്പ് ക്രമാനുഗതമായി പരിപാലിക്കുവാൻ ദൈവം മനുഷ്യനെ അതിൻ്റെ ചുമതല പരമേൽപ്പിച്ചിരിക്കുക. ഓരോ ജീവജാലങ്ങൾക്കും അതതിനുള്ള സ്ഥാനവും മഹത്വവും നൽകി മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ ജീവിതകാലം കഴിക്കുവാൻ ദൈവം നമുക്കിടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 22-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കട്ടെ. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എൻ്റെ അവസ്ഥ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്രത്തോളം നിസ്സാരമാണ്. അവനവനെക്കുറിച്ച് തന്നെ എളിമയോടെ ചിന്തിക്കുവാൻ ഈ വാക്യം നമ്മെ പ്രേരിപ്പിക്കുക. ദൈവം വലിയ പദ്ധതിക്ക് വേണ്ടി നമ്മയൊക്കെയും സൃഷ്ടിച്ച് മെനഞ്ഞ് ഉണ്ടാക്കി. അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണയിലാക്കപ്പെട്ട നാം ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടു വരുമ്പോൾ ദൈവകരങ്ങൾ നമ്മെ താങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമായി തീരും. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ രൂപകൽപ്പന ചെയ്യുന്നത്. ബാഹ്യലോകത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ പൈതൽ ഏൽപ്പിക്കപ്പെട്ട് അനുനിമിഷമുള്ള വളർച്ചയിൽ ദൈവകരുണയും ദൈവസംരക്ഷണവും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യ ജീവിതം ധന്യമായി തീരുന്നുള്ളൂ. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ആ നിമിഷം മുതൽ ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയിരിക്കുക. ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കുഞ്ഞിന് ചലനശേഷി കൈകാലുകൾ ചലിപ്പിക്കാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിച്ച് നീങ്ങുവാനുള്ള ശേഷിയില്ല. ആരെങ്കിലും കുഞ്ഞിനെ വഹിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ കരങ്ങളിൽ വഹിക്കുവാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ മാറി മാറി ഇരിക്കുവാനോ കിടക്കുവാനോ സാധിക്കുന്നുള്ളൂ. അതുപോലെ മനുഷ്യൻ്റെ വളർച്ചയിൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മെ ധൈര്യമുള്ളവരാക്കുന്നു. കാരണം നാം നമ്മെക്കുറിച്ച് തന്നെ നോക്കുമ്പോൾ
ഞാൻ ആരാ? മനുഷ്യനാരാ? ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. വെറും ഒരു കൃമിയായ മനുഷ്യനെ കൊണ്ട് ഈ ലോകത്തിന് എന്ത് പ്രയോജനം? എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുത്തുവാൻ, ദൈവരാജ്യം ഭൂമിയിൽ വരുവാൻ, ദൈവത്തോടുകൂടെ സഹകരിച്ച് പ്രവർത്തിക്കുവാനാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. ഒരു കൃമിക്കുള്ള സ്ഥാനം, ആ കൃമിയുടെ വില എന്താണ്? വലിയ വലിയ ജീവജാലങ്ങൾ ഉള്ള പ്രപഞ്ചത്തിൽ ഒരു കൃമിക്കും അതിൻ്റേതായ ചുമതലകൾ ചെയ്യുവാനുണ്ട്. കൊച്ചു കൊച്ചു ജീവജാലങ്ങൾ, നമുക്ക് അദൃശ്യമായ ജീവജാലങ്ങൾ നമുക്ക് ചുറ്റും നിരന്തരം പ്രവർത്തന നിരതമായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്കവയെ കാണുവാൻ കഴിയുന്നില്ല, പക്ഷേ അവയുടെയൊക്കെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഒരു വിത്ത് നിലത്ത് കുഴിച്ചിട്ടാൽ ആ വിത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനം, വളർച്ചയുടെ ഓരോ ക്രമങ്ങൾ നമുക്ക് ദൃശ്യമല്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. മുള പൊട്ടി അതിൻ്റെ മുള പുറത്ത് വരുമ്പോൾ മാത്രമാണ് വിത്ത് വളരുന്നുണ്ടല്ലോ എന്ന് നാം മനസ്സിലാക്കുന്നത്. ഏതോ ഒരു അദൃശ്യ ശക്തി, ചെറിയ കടുകുമണിയാണെങ്കിലും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു. ആ ശക്തി നാം പിതാവേ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ്. അതറിയുന്നതാണ് ഒരു ദൈവവൈദ്യൻ്റെ ശക്തിയും ബലവും ഊർജവും. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്ന് എനിക്ക് വന്ന് നേരിടുന്നത് എല്ലാം തൻ ഹിതം ആണെന്ന് ഞാൻ അറിയുന്നു. ആ ഒരു ധ്യാനം, ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുമ്പോൾ എന്തൊരു ആശ്വാസമാണ്, എന്തൊരു സമാധാനമാണ് ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്നത്. അല്ല എങ്കിൽ നിരാശയും സങ്കടവും കരച്ചിലും പല്ലുകടിയും നിരന്തരം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കർത്താവ് ഒരു മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക് വേണ്ട മുന്നറിയിപ്പ് തന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ നമ്മുടെ കർത്താവ് ജയിച്ചത് ഈ പടികളിൽ കൂടെയൊക്കെ, ഈ സ്റ്റേജസിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവരായും എല്ലാം ഉള്ള അനുഭവത്തിൽ കൂടെ നമ്മുടെ കർത്താവും കടന്നു പോയതാണ്. പക്ഷേ കർത്താവിൻ്റെ മനോഭാവം, പിതാവിനോടുള്ള മനോഭാവത്തിൽ എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു മനോഭാവമായിരുന്നു. അത്താഴത്തിന് ശേഷം താൻ ക്രൂശിക്കപ്പെടുവാൻ പോകുമ്പോഴും സ്തോത്രം ചെയ്ത ശേഷം ഒലിവുമലയിലേക്ക് പോയ കർത്താവാണ് നമുക്കുള്ള റോൾ മോഡൽ. എന്താണോ നമ്മുടെ മുൻപിലുള്ളത് അതിനെ കണ്ട് ഭയപ്പെടുവാനല്ല, ആരാണ് നമ്മെ അതിൽ കൂടി കടത്തി വിടുന്നത്, ആത്മശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അവൻ്റെ ഉള്ളം കൈയിലായിരിക്കും.
എന്നെ കടത്തി വിടുന്ന എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കൈയിൽ ഞാനായിരിക്കുമ്പോൾ അഗ്നിയെ ഭയപ്പെടുവാനില്ല. ഈ അഗ്നിക്കപ്പുറം ഒരു പുതിയ ജീവനുണ്ട്, പുതിയ സന്തോഷമുണ്ട്, സമൃദ്ധിയുടെയും ശാന്തതയുടെയും അനുഭവമുണ്ട് എന്നുള്ള പ്രത്യാശയാണ് നമ്മളെ ജീവിതത്തിൽ പ്രത്യാശയോടെ നടക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ കണ്ണുനീരിൻ്റെ അനുഭവം അത് മാറിപ്പോകും. മാറിയാൽ അതിന് ശേഷം അന്ധകാരത്തിന് ശേഷം പ്രഭാതം ഉദിക്കുന്നത് പോലെ പുതിയ ശോഭയോടെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉദിക്കും. പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രശോഭിക്കുവാൻ ഇടയാകും. നമ്മുടെ ജീവിതം ഏതാണ്, നാം എന്തിനു വേണ്ടിയുള്ളതാണ്, ആ ജീവിതത്തിൻ്റെ ആകത്തുക എങ്ങനെയാണ് എന്നൊക്കെയും നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയെ, എൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ, എൻ്റെ ദൈവത്തിൻ്റെ അറിവിനെ ഗ്രഹിക്കുവാൻ നാം ഒട്ടും ശക്തരല്ല എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. 1-2 വാക്യങ്ങൾ, 22-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ നിരാശാജനകമായൊരു പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നെ കൈവിട്ടത് എന്ത്? ദൈവം എന്നെ കൈവിട്ടോ? നീ എന്നെ സൃഷ്ടിച്ച് ലോകത്തിലേക്കാക്കി. നീ എന്നെ തിരികെ വിളിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്തിൽ നിന്നും എനിക്ക് മടങ്ങി വരുവാൻ കഴിയുന്നത്. അതിൻ്റെ മധ്യത്തിലുള്ള, അതിൻ്റെ ഇടയിലുള്ള ഈ തീവ്രമായ വേദനയും നിന്ദയും കഷ്ടതയും ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ സഹിക്കാതെ വരുമ്പോൾ ദൈവത്തെ നോക്കി വിളിക്കുന്നു, ദൈവമേ നീ രക്ഷിക്കണമേ. പക്ഷേ ഈ വാക്യത്തിലൂടെ ഓർപ്പിക്കുകയാണ് അനുഭവം. ഭക്തൻ്റെ അനുഭവം എന്താണ്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത്? ദൈവത്തോട് ചോദിക്കുക, എന്നെ രക്ഷിക്കാതിരിക്കുന്നത് എന്ത്? എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കാതെ എന്നോട് അകന്നു നിൽക്കുന്നത്, നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ. കർത്താവ് നമ്മുടെ സന്നിധിയിലുണ്ട്, ഏറ്റവും അടുത്ത കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഹായകനാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ദൃഢമാകുമ്പോൾ ഏത് കഷ്ടങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. ഒരു അദൃശ്യ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. കഷ്ടങ്ങളുടെ തീവ്രതയ്ക്ക് നാം പ്രാധാന്യം നൽകുമ്പോൾ ജീവിതം നിരാശാജനകമാകും. എന്നാൽ ആ കഷ്ടങ്ങളിൽ കൂടി കടത്തി വിടുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനായിരിക്കുന്നത് എന്ന് ഉള്ള സത്യം നാം ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ കൂടെ നിറവേറണമേ എന്നുള്ള പ്രാർത്ഥന നമ്മിൽ നിന്നും ഉയർന്നു വരും. നീ എന്നെ കഷ്ടത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി അത് നിറവേറുവാൻ തക്കവണ്ണം നിന്നോട് സഹകരിക്കുവാൻ എനിക്ക് ഇടയാകണമേ, എനിക്ക് കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മിൽ നിന്നും ഉതിരുമ്പോൾ വലിയ സ്വർഗീയമായ ഒരു ആശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. രാത്രി പകലും ഞാൻ നിന്നെ വിളിക്കുക. എന്തിനാണ് വിളിക്കുന്നത്? പെട്ടെന്നുള്ള വിടുതലിനായി, പെട്ടെന്നുള്ള
രക്ഷയ്ക്കായി. എനിക്ക് ഈ കഷ്ടം സഹിക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം, ഇപ്പോൾ തന്നെ രക്ഷിക്കണം. അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ധ്യാനിക്കുക. ഒരു കോഴിയെ അടവയ്ക്കുമ്പോൾ മുട്ടയ്ക്ക് അകത്തുള്ള കുഞ്ഞ് ഓരോ ദിവസവും നിലവിളിക്കുക, എന്നെ ഒന്ന് പുറത്ത് ബാഹ്യലോകത്തേക്ക് കടത്തിവിടണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ, എത്ര നിലവിളിച്ചാലും 21 ദിവസം കഴിയാതെ ആ മുട്ടയ്ക്കുള്ളിലെ കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നില്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു പൈതൽ, ആന്തരികമായ അമ്മയുടെ ഉദരത്തിൽ ഉള്ള വളർച്ച പൂർത്തിയാകുവാൻ 10 മാസം കാത്തിരുന്നെങ്കിൽ മാത്രമേ പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം എല്ലാത്തിനും ഒരു കാലഗതി വെച്ചിട്ടുണ്ട്. എൻ്റെ കാലഗതി നിൻ്റെ കയ്യിലാണ്. നമ്മളത് അംഗീകരിച്ചേ മതിയാകും. ഞാൻ തിരക്ക് പിടിച്ചാൽ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും ഞാൻ ദൈവകരങ്ങളിലാണ് എന്നുള്ള ദൃഢവിശ്വാസം ഒരു ദൈവ വൈദ്യൻ്റെ ജീവിതത്തെ സുഗമമാക്കുക, സന്തോഷമുള്ളതാക്കുക. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഉണ്ട്. നാം ജാഗ്രതയായിരിക്കേണ്ട ഒരു അനുഭവമാണത്. ജീവിതത്തിൻ്റെ ഏതനുഭവത്തിൽ കൂടെയും കടന്നു പോകുമ്പോൾ അവയുടെ മധ്യത്തിലെല്ലാം യഹോവയെ വാഴ്ത്തുവാൻ, അവൻ്റെ സ്തുതി നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ നാം കരുതിക്കൊള്ളുന്നത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ പര്യാപ്തമാണ്. ഈ പ്രപഞ്ചത്തിലെ ഭൗതികമായ സമ്പത്തുകളുടെ സമാഹരണം ഒന്നും നമ്മെ ധന്യമാക്കുന്നില്ല. കാരണം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഭൂമിയിലെ സമ്പത്തൊക്കെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുന്നതാണ്, പുഴുവും തുരുമ്പും കെടുക്കുന്നതാണ്. അത് ഫലകരമാകണമെങ്കിൽ നിൻ്റെ നിക്ഷേപം സ്വർഗത്തിൽ ആയിരിക്കണം. ഒരു ഒരു വിശ്വാസ കൺകൾ കൊണ്ട് കാണുന്ന ഒരു അദൃശ്യ ലോകത്തിലായിരിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രസക്തി. കാഴ്ചയാൽ കാണുന്ന സുരക്ഷയല്ല നാം കാക്ഷിക്കേണ്ടത്, അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള നടത്തിപ്പിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നു. നമ്മുടെ യഥാർത്ഥ അവസ്ഥ, ഞാൻ മനുഷ്യനല്ല, ഒരു കൃമി മാത്രമാണ്. അതിൻ്റെ ഫലമായി മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതരും തന്നെ. എല്ലാവരും എന്നെ ധിക്കരിക്കുന്നു. ഞാൻ പറയുന്നത് ആരും വകവയ്ക്കുന്നില്ല. എനിക്കൊരു സ്ഥാനവുമില്ല, എനിക്കൊരു മാനവുമില്ല. നിന്ദിക്കപ്പെടുവാനും ത്യജിക്കപ്പെടുവാനും വ്യസനപാത്രമാകുവാനും രോഗം ശീലിക്കപ്പെടുവാനും ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ദൈവവിഷയമായി ധന്യമാകുന്നത്. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണല്ലോ. കർത്താവിനെ ആരും അവൻ്റെ ആയുഷ്പര്യന്തം ശ്ലാഘിക്കുവാൻ ഇല്ലായിരുന്നു. നമ്മുടെ കർത്താവിനെ ആരും തൻ്റെ ജീവിതകാലത്ത് എല്ലായ്പ്പോഴും പുകഴ്ത്തുവാനില്ലായിരുന്നു. അപ്പം തിന്നുവാൻ ആളുകൾ വന്നപ്പോൾ അവനെ പുകഴ്ത്തി, രോഗസൗഖ്യം ലഭിക്കുവാൻ ആളുകൾ വന്നപ്പോൾ അവനെ പുകഴ്ത്തി.
അതേസമയം സമൂഹത്തിന് മറ്റൊരു ഭാഗത്ത് അവനെ കല്ലെറിയുവാനും അവന് നേരെ ദുരാലോചനകൾ രൂപീകരിക്കുവാനും ഒരു വലിയ പ്രബലമായ സംഘം ഉണ്ടായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ സംരക്ഷണമായിരുന്നു നമ്മുടെ കർത്താവിനുണ്ടായിരുന്ന കൈമുതൽ. ഞാനോ മനുഷ്യനല്ല, ഒരു ശക്തിയുമില്ല, ഒരു ബലവുമില്ല, കൃപയ. എന്നെ നിന്ദിക്കുന്നവരുണ്ട്, എന്നെ പരിഹസിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ ഞാൻ ദൈവ സൃഷ്ടിയുടെ അഭേദ്യമായ ഒരു ഘടകമാണ്. ദൈവ പദ്ധതിയിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. ഞാൻ മഹത്വപൂർണമായി ദൈവഹിതപ്രകാരം എൻ്റെ ശുശ്രൂഷ തികയ്ക്കേണ്ടവളാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.